മോളെ കാർ വേണി, എടി കാർ വേണി. എന്താ? ആ എടി നാളെ മുതുവോളത്തില്ലയോ നാടകം? ഭരിച്ചവന് കാശില്ലല്ലോടി. അത് ഞാൻ ഉണ്ടാക്കിക്കോളാം. അച്ഛനെ അലക്കാരൻ്റെ അങ്ങോട്ടൊന്ന് ചെന്നേ. എന്തോർത്തുണ്ടാ പോകുന്നത്? സാരി എല്ലാം അവിടെ. അയാൾ അലക്കിയില്ലെങ്കിലേ അച്ഛനൊന്ന് അലക്കിത്തേച്ച് വാങ്ങിക്കൊണ്ട് വരണം. അയ്യോടി, അവൻ അലക്കില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് അലക്കി തേച്ചോണ്ട് വരണമെന്നാണോ നീ പറയുന്നത്? തമ്പുരാനേ, നമ്മുടെ കർമ്മം. നാടകക്കാരത്തിയുടെ തന്തയായി പോയില്ലയോ? അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി അച്ഛനെ? ഓരോരോ നടികൾ ഓരോ തന്തമാരോട് എന്തൊക്കെയാ കാണിക്കുന്നറിയാം. ഞാൻ അതുപോലെ വല്ലതും കാണിക്കുന്നുണ്ടോ? നീയും കുറെ കാണിച്ചോടി. തമ്പുരാനെ, അടുത്ത ജന്മത്തെങ്കിലും നടിയുടെ തന്തയായിട്ട് ജനിപ്പിക്കരുതേ. അതാരടിയാ വരുന്നത്? അതെ, ഇന്നാളാ നാടകത്തിലെ സ്റ്റേജിൽ വെച്ച് എനിക്കൊരു മാല തന്നില്ലേ, അങ്ങേരാ. ദിവസം എത്ര പാർട്ടികളാ ഇവിടെ വരുന്നതെന്ന് അറിയാവോ? എല്ലാവർക്കും എവിടെ തന്നെ വേണം. ഞങ്ങളും അതിന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹം എന്റെ സുഹൃത്തും സെക്രട്ടറിയുമായ മിസ്റ്റർ കുറുപ്പന്തര, MS കുറുപ്പന്തര, എന്റെ തൂലിയാതാമോ. ഇന്നാളെ ദിവസം നമ്മുടെ ചന്ദ്രനോട്ടിൽ വെച്ച് കണ്ടെന്നു തോന്നുന്നു. ആരെ കണ്ടു? നമ്മൾ തമ്മില്. പക്ഷെ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. സാറിനകത്ത് കാപ്പി ഇല്ലയോ? കാപ്പി മാത്രമല്ല, സ്വല്പം പലഹാരമൊക്കെ ആകാം. അതിന്റെ നട്ടൽപ്പ വിളയുക, സൂക്ഷിക്കണം. ഇവിടൊക്കെ നടികൾ ഒരുപാടുണ്ട്. എല്ലാം 10-15 രൂപയ്ക്കൊക്കെയാ പോകുന്നത്. എന്റെ റേറ്റ് 40 രൂപയാ. എനിക്ക് നിങ്ങളെയല്ല ആവശ്യം. മനസ്സിലായി. എന്റെ മകളാവളെ, അവളുടെ റേറ്റ് 40 രൂപ. കാശില്ല, പിന്നെ പക്ഷേ ഭാസ്കരമായ ഒരു ഭാവി വാഗ്ദാനം ചെയ്യാം. അതായത് നിങ്ങളുടെ മകളുടെ ഫിഗർ അവളുടെ കൊണ്ട് എത്തിക്കാവുന്നു. അയ്യോ, ഇന്ത്യയിൽ കൊണ്ടുപോകണ്ട. എന്റെ മോളുടെ ഫിഗർ ഇവിടെ തന്നെ കിടന്നോട്ടെ. പണിക്കർ എന്നെ പറ്റി കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. പത്രങ്ങളിലും മാസികളിലും നീണ്ട കഥയ്ക്ക് പടമെടുക്കുന്നതാണ് ഞാൻ. ഒന്നും അറിയാതെ നടക്കുന്ന കുറെ ഏപ്യന്മാര് ഓസിന് പെണ്ണിനെ കിട്ടാൻ ഇവിടില്ല. പണിക്കരെ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഒത്തിരി കണ്ടവനാടാ ഞാൻ. ഇടോ പണിക്കരെ, എന്റെ പരീക്ഷണം ഇവിടെ കൊണ്ട് അവസാനിക്കുകയില്ല. വരണം മിസ്റ്റർ കുറുപ്പന്തരെ. എന്താ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒറ്റ പെണ്ണുങ്ങളും ഇതുവരെ വെറുതെ പോയിട്ടില്ല. ഓർമ്മ വേണം. പോകുന്നുണ്ടല്ല, നല്ല ഫിഗറാ. തണ്ട മോശമായാലും ഒന്ന് നീയും കുടിച്ചോ. അയ്യോ, ഇനി നമ്മൾ തമ്മിൽ പിണങ്ങിയിട്ട് എന്ത് കാര്യം വലിച്ചേട്ടാ? നടക്കേണ്ടതെല്ലാം നടന്നു. അതെ, തന്റെ കാര്യം നടന്നു. തറവാട്ടിൽ പിറന്നാ പോരാ വാറുണ്ണി, പ്രവൃത്തിയും അതുപോലെ വേണം. തിന്നില്ലേലും കുടിച്ചില്ലേലും മനസമാധാനം മതിയായിരുന്നു. എന്നോട് ക്ഷമിക്കൂ പൈലിച്ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. എങ്കിലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. 10ഉം 12ഉമില്ല, ഒന്നേ ഉള്ളൂ. പൊന്നുപോലെ വളർത്തിയതാണ്. സമാധാനമായിരിക്കണം. ഇനിയിപ്പോ കരഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടും എന്ത് കാര്യം? എല്ലാം ദൈവം നേരെയാക്കും. ആ, നിങ്ങൾ ജയിച്ചു, ഞങ്ങൾ തോൽക്കുകയും ചെയ്തു. പൈലിച്ചേട്ട ഇരിക്കേ. ഓ, ഇരിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ മോളെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. കൊണ്ടുപോകണോ? അതിനെന്ത്, ഞാൻ ചിന്നമ്മ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. അപ്പച്ചൻ എപ്പോഴാ വന്നത്? സുഖമാണോ മോളെ? അപ്പച്ചൻ എന്താ അങ്ങനെ ചോദിക്കുന്നത്? അപ്പച്ചനെല്ലാം അറിഞ്ഞു മോളെ. നിന്നോട് ചെയ്ത ചതിക്ക് ഇതിൽ ഒരു ചതിയുമില്ല അപ്പച്ച. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണ്. ഞങ്ങൾ ഇവിടെ സുഖമായി കഴിയുന്നു. അവിടെയും സുഖത്തിന് ഒരു കുറവുമില്ല. കെട്ടുമിന്ന് കഴുത്തെ കിടന്നോട്ടടി. നീ അങ്ങോട്ട് പോരെ. എന്റെ കണ്ണടഞ്ഞാലും പാപ്പച്ചൻ കാണുന്നു എന്നെ നോക്ക. ക്രിസ്തീയ ജീവിതം എന്താണെന്ന് എന്നെ പഠിപ്പിച്ച എന്റെ അപ്പച്ചനാണോ ഇത് പറയുന്നത്? എന്റെ കാണപ്പെട്ട ദൈവമാണ് അദ്ദേഹം. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അപ്പച്ചനാണ് നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. നീ എന്നോട് പിണങ്ങിയാണോടി മോളെ? എനിക്ക് ആരോടും ഒരു പിണക്കവുമില്ല. ആ, പാപ്പച്ചന് സുഖമാണോ അപ്പച്ച? സുഖമാണ് മോളെ. അപ്പച്ചൻ കരയാതിരിക്കെ. എനിക്കിവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. അദ്ദേഹത്തിന്റെ അസുഖം പെട്ടെന്ന് മാറും. അപ്പച്ചനിരിക്കെ, ഞാൻ കാപ്പി കൊണ്ടുവരട്ടെ. വേണ്ട മോളെ, അപ്പച്ചന് കാപ്പി ഒന്നും വേണ്ട. ഇരിക്കപ്പച്ച, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ഓ, മരുമകനെയും മോളെയും കാണാൻ വന്നതായിരിക്കും. വന്നത് കുറ്റമായി പോയ കുഞ്ഞെ. കുറ്റമോ? മോളെ വലിയ വീട്ടിലേക്കല്ലേ കെട്ടിച്ചയച്ചിരിക്കുന്നത്.
ഇല്ലായ്മക്കാരാണെങ്കിലും പഷ്ണിക്കേടൊന്നും അവിടെയുമില്ല. പിന്നെ എന്തിനിങ്ങോട്ട് ഓടി പോരുന്നു? ഒരപ്പനല്ല മോനെ ഞാൻ. കെട്ടിച്ചയച്ച മോളെ കാണാൻ കൊതി കാണൂല. അതോ കൂടെ കൂടെ ഓഹരി വാങ്ങാൻ വരികയാണോ? ഒന്നും കാണാതെ കിടന്നവരല്ലേ, കൊതി കാണും. പോണു മോനെ, ഇനി ഞാൻ ഇവിടെ നിൽക്കണില്ല. അമ്മായിയപ്പം പോകുന്നു, കണ്ടില്ലേ? അപ്പച്ചൻ എന്തിയാ മാത്യൂസേ? അപ്പച്ചൻ പോയല്ലോ ചിന്നമ്മേ. പാവം നിലവിളിച്ചോണ്ടാ പോയത്. ചിന്നമ്മ അപ്പനെ പിണങ്ങിയോ?